വല്യഞ്ഞിന്റെ ഭാര്യ പദവി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പൂർണ്ണ മനസ്സോടെ. കല്യാണി, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? നല്ല ബോധത്തോടെ തന്നെയാ വല്യൂഞ്ഞ ഞാൻ പറയണേ. ഞാൻ വല്യൂഞ്ഞിനെ സ്നേഹിച്ചതും നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചതും വലിയ തെറ്റായി പോയെന്ന് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. അർഹതയില്ലാത്തത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വല്യൂഞ്ഞിന്റെ കല്യാണം നടത്തും. അത് നടക്കണം. കല്യാണി, അരുത്. എന്റെ മരണം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എടുക്കുന്ന തീരുമാനം കൊണ്ട് എന്നെ എത്ര നാൾ നിനക്ക് ജീവനോട് ഇരുത്താൻ കഴിയും? ജനിച്ചാൽ ഒരിക്കൽ മരിച്ചല്ലേ പറ്റൂ. എന്റെ സമയമാകുമ്പോൾ എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയവരിൽ വലിയവനായ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. അവിടുന്ന് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. വിലാസിനി ആന്റിയുടെ ഈ വരവിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ പ്രിയങ്കെ. അല്ലെങ്കിൽ തന്നെ എന്നാണ് ചൂടൻ വാർത്തകളൊന്നുമില്ലാതെ തൃച്ചംബരത്തെ വിലാസിനി നാഗമഠത്തെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്? ആ, ആളെത്തിയല്ലോ. പ്രിയങ്കെ, തൃച്ചംബരത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നു. അതെ, നീ അകത്തേക്ക് വാ, എല്ലാം പറയാം. ഇവിടെ നിൽക്കുന്നൊന്നും അത്ര സേഫ് അല്ല. വാ. ആന്റി, ഇതേ നാഗമഠം തറവാടാ. ഇവിടെയുള്ള സേഫ്റ്റി ആന്റിക്ക് തൃച്ചംബരത്ത് പോലും കിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ശിവരാമൻ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ തറവാട്ടിലേക്ക് എത്തിയല്ലേ. അയ്യോ, ശിവരാമേട്ടൻ തൃച്ചംബരത്തേക്ക് എത്തിയ വിവരം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു വന്നേ. പിന്നെ തൃച്ചംബരത്ത് ഋഷികേശ സ്വാമികൾ വന്നിരുന്നു. ആര്? അഖിലയുടെ ഇളയച്ചനം? ആ, അതെ, സാക്ഷാൽ ഋഷികേശ സ്വാമികൾ തന്നെ. അപ്പോ എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. എന്ത് പുതിയ പൂജയാ തൃച്ചംബരത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പൂജയൊന്നും അല്ല പ്രിയങ്കേ, കല്യാണം. കല്യാണോ? ആ, തൃച്ചംബരത്തിന് ആരാ കല്യാണം കഴിക്കാനുള്ള? തൃച്ചംബരത്തെ മൂത്ത പുത്രനായ ആനന്ദകൃഷ്ണന് കല്യാണം. കൊള്ളാം. അമ്മായി അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ മരുമകളുടെ ത്യാഗം. ഒരുപക്ഷെ പുരാണത്തിലോ ചരിത്രത്തിലോ പരിധിയാൽ പോലും ഇതുപോലൊരു ത്യാഗത്തിന്റെ കഥ കണ്ടെത്താനായെന്ന് വരില്ല.
അല്ല, ആനന്ദ് ഇതിന് സമ്മതിച്ചോ? ഒരിക്കലും സമ്മതിക്കില്ല. സ്വന്തം അച്ഛന്റെ ജീവനേക്കാൾ വലുത് എന്നും കല്യാണിയുടെ പ്രണയം തന്നെയായിരിക്കും. ആ അവിടെയും തെറ്റി. കല്യാണിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്ന് പറഞ്ഞ് ആനന്ദ് മുറിയിൽ കയറി വാതിലടച്ചു. ശരി, എല്ലാം കണ്ടിട്ട് മഹാസൂത്രശാലിയായ തൃച്ചംബരത്ത് വിലാസിനെ ആന്റിക്ക് എന്ത് തോന്നി? അല്ല, തന്ത്രങ്ങളുടെ കാര്യത്തിൽ ആന്റി മോശമല്ലല്ലോ. ഇത് കല്യാണിയുടെ തന്ത്രമാകാനേ വഴിയുള്ളൂ. There you are. വെറുതെ അല്ല ആന്റിയെ ശകുനിക്ക് മന്ദരയിലുള്ളവളെന്ന് വിശേഷിപ്പിക്കുന്നു. കൂർമ്മ ബുദ്ധിയാ ആന്റിക്ക്. ആ ശരി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പലരും എന്നെ നോട്ടം ഇട്ടിരുന്നു പ്രിയങ്കെ. ഇനിയും വൈകിയ ഈ തിരക്കില് ഞാൻ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണങ്ങളാവും. എന്തായാലും തൃച്ചംബരത്തൊരു ത്രാസ് തൂങ്ങിയാടി തുടങ്ങി ആന്റി. സ്നേഹം കൊണ്ട് തുലാഭാരം തൂക്കാനല്ല, അച്ഛന്റെ ജീവനാണോ മകന്റെ ജീവിതമാണോ വലുതെന്ന് തൂക്കി നോക്കാൻ. ഏതെങ്കിലും ഒരു തട്ട് താഴ്ന്നേ മതിയാവൂ ആന്റി. അതോടെ താളം തെറ്റും തൃച്ചംബരം കുടുംബത്തിന്റെ സമാധാനം. ആ താളം തെറ്റൽ കാണാനല്ലേ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. ഓ, നിങ്ങൾ എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ ഒഴിച്ച് കാത്തിരിക്കുകയോ കാത്തു കിടക്കുകയോ ചെയ്യ്. ഞാൻ ഇറങ്ങുക. എന്നാ ശരി. ഈ പ്രവചനത്തിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ പ്രിയങ്ക. ഋഷികേശ സ്വാമികൾ ആനന്ദിനെയും കല്യാണിയുമാണ് എയിം ചെയ്തിരിക്കുന്നത്. അത് ആർക്കു വേണ്ടിയായിരിക്കും? സംശയമെന്ത്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് വേണ്ടി. എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. അതിനല്ല ഞാൻ നിന്നെ വിളിച്ചത്. കാഴ്ചപ്പാടുകളും മുൻവിധികളും ഒക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിന്റെ ചെറിയ ദുഃഖത്തിലാണ് ഞാൻ. സാറെന്താ പറയുന്നെന്ന് വിശദമായി പറയാം. ഏതൊരച്ഛനെയും പോലെ തന്നെ ഞാനും സ്വന്തം മകളോടുള്ള സ്വാർത്ഥത കലർന്ന സ്നേഹത്തിന്റെ പേരിലും തൃച്ചംബരത്തെ ഏക ബന്ധു എന്ന അഹങ്കാരത്തിലും ചില നന്മകൾ കാണാനുള്ള കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ ശ്രമിക്കാത്ത ഒരു നന്മയാണ് കല്യാണി. തൃച്ചംബരത്തെ മൂത്ത മകനെ മയക്കിയെടുത്ത ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ ഞാൻ കല്യാണിയെ കണ്ടിരുന്നുള്ളൂ. അതല്ല ആനന്ദ് വിവാഹം ചെയ്ത കല്യാണിയെന്ന് മനസ്സിലാക്കാൻ അല്പസമയമെടുത്തു, അത്രമാത്രം. മാത്രമല്ല, നന്ദനയെ തൃച്ചംബരത്തേക്ക് വിവാഹം ചെയ്ത് അയച്ച ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒരുമിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴാണ് ഇവിടത്തെ പലരെയും എനിക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കല്യാണി, നിന്നെ ഉപദേശിക്കാനൊന്നും ഞാനില്ല. പിന്നെ ഇപ്പൊ ഓർത്തുപോകുന്ന ഒരു കഥ ഞാൻ പറയാം. അച്ഛനായ യയാതിക്ക് ജരാനരകൾ ബാധിച്ചപ്പോ സ്വന്തം യൗവനം ദാനം ചെയ്ത ഭുരുവിന്റെ കഥ. മകന്റെ കയ്യിൽ നിന്ന് ദാനമായി കിട്ടിയ യൗവനം കുറ്റബോധം കൊണ്ട് ആ അച്ഛന് പ്രയോജനപ്പെട്ടുമില്ല. മകന്റെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിലുമായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ പരമസാത്വികനും തെളിച്ചമുള്ള മനസ്സിന്റെ ഉടമയുമാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കല്യാണി ചെയ്യുന്ന ത്യാഗമെന്ന് പറയുന്നത് മഹനീയം തന്നെയാണ്. പക്ഷേ അത് സ്വന്തം ജീവിതം ബലിക്കല്ലിൽ അർപ്പിച്ചുകൊണ്ടാവരുത്. ഇവിടത്തെ വിശ്വാസപ്രകാരം ശിവരാമകൃഷ്ണന്റെ ജീവന് ആപത്തൊന്നും വരില്ലായിരിക്കാം. പക്ഷേ
ആ മനുഷ്യൻ പിന്നെ ജീവിക്കുന്നത് ഉരുകി ഉരുകി തീരുന്ന ഒരു മെഴുകുതിരി പോലെയായിരിക്കും. മകന്റെ കുടുംബജീവിതം തകർത്ത ഒരു അച്ഛനായി ഹൃദയം തകർന്ന അയാൾ ജീവിക്കും, മൃതപ്രായനായി, സ്വയം വേട്ടയാടപ്പെട്ട മനസ്സുമായി. നോക്കിക്കോ, എന്തു വില കൊടുത്താ നീക്കം ഞാൻ തടയും. കല്യാണി ഇവിടെ അങ്കിളുടെ ജീവനാ വില കൊടുക്കുന്നത്. അത് ആ വഴിക്ക് ചിന്തിക്കുമ്പോ ഒരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അതിന് ഈ വഴിയല്ല തെരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എത്രയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ പറ്റിയില്ലെങ്കിൽ ലോകത്ത് ഏത് കോണിൽ കൊണ്ടിട്ട് ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് ചികിത്സിക്കില്ലേ? നന്ദന, ഉള്ള കാര്യം പറയാലോ, ഇതൊക്കെ അന്ധവിശ്വാസം. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. തൃച്ചംബരത്ത് അനന്തരാവകാശിയായിട്ട് പുതിയ മരുമകൾ വന്നില്ലെങ്കിൽ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞു പോവത്രേ. ഇവരൊന്നും ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലല്ലേ? മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്ന് നീ കേട്ടിട്ടുണ്ടോ? തൃച്ചംബരത്തുള്ളവരെല്ലാം തികഞ്ഞ വിശ്വാസികളല്ലേ അരവിന്ദ്, പ്രത്യേകിച്ച് ആന്റിയും കല്യാണിയും. അത് ശരിയായ വിശ്വാസമല്ല, അതിന് അന്ധവിശ്വാസം എന്ന് പറയും. തികഞ്ഞ അന്ധവിശ്വാസം. അയ്യേ, എനിക്കെന്റെ ബ്രോയുടെ കാര്യത്തിലെ വിഷമം. ബ്രോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാനാവില്ലായിരുന്നു. എതിർത്തേനെ ഞാൻ. എന്ത് വില കൊടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ. ഏതായാലും അരവിന്ദ് ഇങ്ങനെ വിഷമിക്കാതെ, എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അച്ഛന്റെ ജീവന്റെ പേരിൽ കല്യാണി ബ്രോയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് സ്വന്തം ജീവിതവും സഫലീകരിക്കേണ്ട സ്വപ്നവും തകർത്ത് ബ്രോ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലിയും കിട്ടും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പെണ്ണിനോടൊപ്പം ബ്രോ ദുരിത ജീവിതം നയിക്കും. അങ്ങനെയൊന്നും വരില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അരവിന്ദ്. വെറുതെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യമാണ് നന്ദന? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്ക അരവിന്ദ്. മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്ക്. ഇങ്ങനെയൊന്നും നടക്കില്ല, നടക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. നീ ടെൻഷൻ ആവാതിരിക്കേ. നിന്റെ ടെൻഷൻ കാണാൻ എനിക്ക് വയ്യ. സമാധാനമായിട്ടിരിക്കെ. എനിക്ക് നിന്നോടൊരു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ഇളയ മരുമകളായ നിനക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ കണ്ടെത്തി എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവൂ നീ? അതെ, ഞാനും നീയും ചെയ്യുന്നത് പരോപകാരം. പക്ഷെ അത് ഇവിടെ ഉള്ളവരാരും ആ അർത്ഥത്തിലും മനസ്സിലാക്കുകയില്ല. ശിവരാമേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്യുന്നതേ ഈ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ തയ്യാറാകാത്ത ത്യാഗം. ശിവരാമേട്ടൻ ജീവിച്ചിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടും നിന്റെ ഈ ധർമ്മസങ്കടം കണ്ട് മനസ്സലിഞ്ഞും ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം. ഇതൊക്കെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ അവര് തെറ്റായിട്ടേ കാണത്തുള്ളൂ. എന്നാലും സാരമില്ല, എനിക്കിപ്പോ നിന്നെ സഹായിച്ചല്ലേ പറ്റുള്ളൂ. മാഡം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആനന്ദിനൊരു വധുവിനെ കണ്ടെത്തുന്ന കാര്യത്തില് നിന്നെ ഞാൻ സഹായിക്കാം. അതിനായി ഈ ലാപ്ടോപ്പുമായി ഞാൻ വന്നത്. ലാപ്ടോപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാ മാഡം? കല്യാണി, നീ ഒറ്റയ്ക്ക് കല്യാണാലോചനകൾ നടത്തിയാലൊന്നും തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് പെണ്ണ് കിട്ടില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ കല്യാണാലോചനകള്. അത് കൂടുതലും മാട്രിമോണിയിലൂടെയാ നടക്കുന്നത്. കല്യാണാലോചനകൾ നടത്തുന്നത് തൃച്ചംബരം പോലുള്ള വലിയ തറവാടുകളിൽ നിന്നാ. അവരോടൊക്കെ നീ സംസാരിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ?
തറവാട്ടുകാരാണ് തറവാട്ടുകാരോട് സംസാരിക്കേണ്ടത്. ഞാനൊരു തറവാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ നിന്നെ സഹായിക്കാം. എന്താ? അപ്പോ സഹദേവൻ സ്വയം വന്നതല്ല, വരുത്തിയതാണെന്നർത്ഥം. ആരാണ് സഹദേവന്റെ ഈ അവതരിക്കലിന് പിന്നിൽ? പറയണം. എനിക്ക് താലി കെട്ടിയ എന്റെ ഭർത്താവോ, ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മക്കളോ, അതോ MBA ഗോൾഡ് മെഡലിസ്റ്റായ എന്റെ ഈ മരുമകളോ? അതാരും ആയിക്കൊള്ളട്ടെ. എന്നു മുതലേ ഏട്ടത്തി തൃച്ചംബരത്തെ മക്കളെ കൊണ്ട് ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചു തുടങ്ങിയത്? തൃച്ചംബരം തറവാടിന്റെ ഏത് പാരമ്പര്യ പ്രമാണങ്ങളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ക്രോസ് വിസ്താരത്തിനൊക്കെ സമയം ഒരുക്കാം. ഇപ്പൊ നീ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വിശ്രമിക്ക. എന്റെ വരവിന്റെ ഉദ്ദേശം വിശ്രമമല്ല ഏട്ടത്തി. പിന്നെ തൃച്ചംബരത്തെ മൂത്ത പുത്രന് ഏട്ടത്തി പുതിയ കല്യാണം നോക്കാന്നറിഞ്ഞു. എന്നാ പിന്നെ ഈ നിൽക്കുന്നവനോട് ഒരു കല്യാണം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. ഇളയച്ചൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ അത്. നീ അതിന് തയ്യാറല്ലേ അരവിന്ദ്? നിർത്ത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മരപ്പാവളായിട്ടല്ലല്ലോ മക്കളെ വളർത്തിയത്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എന്നാൽ ഇപ്പൊ നിന്റെയൊക്കെ നാവ് തളർന്നുപോയോ? എവിടെ ഈ വീട്ടിലെ ശ്രീരാമചന്ദ്രൻ, ആനന്ദ്? ബ്രോ ഇപ്പൊ ഇവിടെ ഇല്ല. പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് ആരുടെ മുന്നിലും തലയുയർത്തി നിന്ന് പറയാൻ കഴിയണം. അതിനുള്ള ആർജവം വേണം ആണുങ്ങളായ. ഇതിനൊക്കെ മാത്രം എന്ത് തെറ്റാ ഏട്ടത്തി കല്യാണം ചെയ്തത്? മതി, നിർത്ത്. എന്നു മുതലാ തൃച്ചംബരത്തെ സഹദേവന് സ്വന്തം കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം അടുക്കളക്കാരി കല്യാണിയോട് തോന്നി തുടങ്ങിയത്? എന്നു മുതലാ സ്വന്തം ഏട്ടന്റെ ജീവനേക്കാൾ കല്യാണിയുടെ ഭാവിക്ക് നീ വില കൊടുത്തു തുടങ്ങിയത്? ഏട്ടത്തി, നോ, മതി. കൈവിട. ജയന്തി, എന്താ സഹദേവനങ്ങളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയുടെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. നിന്റെ ആന്റി എവിടെ? തൃച്ചംബരത്തെ വിലാസിനി. ആന്റി മുകളില് ഇല്ല. എവിടെ പോയെന്നാ ചോദിച്ചത്? അത് ഞാൻ പറയാം, പക്ഷെ എന്നോട് പറയാതെ പോയത്. എന്നാ നീ ആന്റി കൊള്ളാലോ, പകല് പോയതാ. മണി ഇത്രയായിട്ടും വീട്ടിൽ കയറണമെന്നില്ല. ചുമ്മാ അല്ല സഹദേവനെങ്കിലും ചൂടാങ്ങ. ആന്റി, ഞാൻ എത്ര പ്രാവശ്യം ആന്റിന്റെ ഫോണിൽ വിളിച്ചു, ആന്റി എന്താ ഫോൺ എടുക്കാത്തെ? നീ എന്താടി ഞാനൊരു വഴിക്ക് പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. ആന്റി, സഹദേവനങ്ങൾ വന്നിട്ടുണ്ട്. ആ വിവരം പറയാനും ഞാൻ ഫോണിൽ വിളിച്ചോണ്ടിരുന്നത്. അയ്യോ ഈശ്വര, സഹദേവേട്ടൻ വന്നോ? എന്റെ ഈശ്വര, എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തതുമില്ല.
ഇവിടെ ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല എന്ന എന്റെ വിശ്വാസം. പക്ഷേ അവസാന നിമിഷം നീ എനിക്ക് സമ്മാനിച്ചത് വഞ്ചനയും ചതിയുവാ. ഇത് ചതിയും വഞ്ചനയൊന്നും അല്ല വല്യൂഞ്ഞെ. കടമ, കടപ്പാട്, അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് ഞാൻ ചെയ്യേണ്ട പ്രധാന കർമ്മം. അതാരാലും തടയാൻ കഴിയില്ല. ദൈവനിയോഗം അത് സംഭവിച്ചു തന്നെ തീരണം. നമ്മുടെ കണ്ടുമുട്ടലും ഒത്തുചേരലും ഇതേ ദൈവനിയോഗമായിരുന്നു എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാ ശരിക്കുള്ള നിയോഗം? രണ്ടും സത്യമാണ്. ഗ്രഹനിലകളും ദശാസന്ധിയും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ മാറി പറയുന്നത്. എല്ലാം ദൈവം തീരുമാനിക്കുന്നത് പോലെ. വലിയ ആഹാരം കഴിക്കേ, ഞാൻ വാരിത്തരാം. വേണ്ട. തൂക്കിലേറ്റാൻ സമയം നിശ്ചയിക്കപ്പെട്ടവന്റെ അവസാനത്തെ അത്താഴം അവൻ തന്നെയാ വാരി കഴിക്കുന്നത്. വിധി എഴുതിയ ജഡ്ജിയോ കഴുത്തിൽ കൊലക്കയറ് മുറുക്കുന്ന ആരാചാരമല്ല. കല്യാണി പൊയ്ക്കോ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടല്ലേ. എന്നെ തനിച്ചിരിക്കാൻ അനുവദിക്കണം. അങ്ങനെ ഒരു സഹായമാ കല്യാണിയിൽ നിന്ന് ഇപ്പൊ എനിക്ക് വേണ്ടത്. പ്ലീസ്. ആന്റി, ആന്റി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ ആന്റി എവിടെയെല്ലാം തിരക്കി. ആന്റിയുടെ ഈ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ആനന്ദേട്ടന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഏത് സമയം ഒരേ ചിന്തയില ആന്റി. 10ൽ 10 പൊരുത്തമുള്ള ഒരു പെണ്ണ് വേണം. വിഷമിക്കണ്ട ആന്റി, അതിനുള്ള ഒരു പോംവഴിയായിട്ടാ ഞാൻ വന്നേക്കുന്നത്. എന്റെ കയ്യിലുണ്ട് ആന്റി നല്ലൊരു പെണ്ണ്. തൃച്ചംബരത്തിന്റെ പ്രൗഢിക്കും അന്തസ്സിനുമൊക്കെ ചേർന്നൊരു സൂപ്പർ പെണ്ണ്. അവളെ കാണാനൊക്കെ ഒടുക്കത്തെ ഗ്ലാമറാ. നമ്മുടെ ഐശ്വര്യ റായി 2ാമത് നിൽക്കും. മാത്രമല്ല 10ൽ 10 പൊരുത്തമുണ്ട്. ആന്റി എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് സത്യം ആന്റി. നല്ല തങ്കക്കുടം പോലുള്ള കിടിലം പെണ്ണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആന്റിക്ക് എന്താ താല്പര്യമില്ലാത്ത? ഏത് തറവാട്ടിലെയാ? എന്ത് വിദ്യാഭ്യാസമുണ്ട്? ഏത് സ്ഥലക്കാരിയാ? തോട്ടിങ്കര പാലത്തിന്റെ അടിയിൽ.